കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെഡ്സെറ്റാട്ടോ വാങ്ങിയിരിക്കുന്നത്. ഒന്ന് ബോട്ട് റോക്കേഴ്സും പിന്നെ ഒന്ന് ഇൻഫിനിറ്റി അർമാൻ JBLൻ്റെ 2 ഹെഡ്സെറ്റാണ് വാങ്ങിയേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി അർമാൻ ഏകദേശം 4000 രൂപയോളം വരുന്നുണ്ട്. ബോട്ട് റോക്കേഴ്സിന് ഏകദേശം 2990 ഏകദേശം 3000 രൂപയോളം വരുന്നുണ്ട്. ഇത് രണ്ടും എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഓഫറിൽ കിട്ടിയതാണ്. 999 ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് പെയ്ഡ് റിവ്യൂ അല്ല കേട്ടോ, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഞാനിത് 2 ആഴ്ച ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിന് ഇൻഫിനിറ്റി അർമാനിന് 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് യെല്ലോയും, ഞാൻ വാങ്ങിയത് യെല്ലോ ആണ്, പിന്നെ ഒരു റെഡും ഉണ്ട്. പിന്നെ ബോട്ട് റോക്കേഴ്സ് 255Fന് 4 കളർ അവൈലബിൾ ആണ്. 4 കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്ലാക്ക്, പിന്നെ നിയോൺ, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു റെഡും ഉണ്ട്. ഞാൻ വാങ്ങിയിരിക്കുന്ന റെഡ് ആട്ടോ. ഒക്കെ ഒന്നേന്ന് തുടങ്ങാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യമേ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റി അർമാൻ ഗ്ലൈഡ് N120. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എത്ര വേണമെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 hours ഓഡിയോ ബാക്കപ്പ് ഉണ്ട്, 7 hours അപ് ടു ഓഡിയോ പ്ലേ ബാക്ക് ഉണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ 1.5 മണിക്കൂർ മതി ഇത് ഫുൾ ചാർജ് ആവാൻ. IPS5 സ്പ്ലാഷ് പ്രൂഫ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റൊക്കെ ഇത് പെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം ആയിരിക്കും. പക്ഷേ നമ്മുടെ സ്വെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല വലിയ മഴയല്ല കേട്ടോ, ചാറ്റ മഴയൊന്നും വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ജോഗിങ്ങിനും വർക്കൗട്ടിനൊക്കെ ഉപയോഗിക്കാം. റഫ് യൂസ്, പിന്നെ പൊടിയൊന്നും പൊടിയൊന്നും വന്നു കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം റഫ് യൂസ് ഇങ്ങനെ ഒടിച്ച് മടക്കി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് പ്രീമിയം മെറ്റലാട്ടോ, നല്ല പ്രീമിയം, നല്ലൊരു ക്വാളിറ്റി, നമ്മൾ പറഞ്ഞില്ല ബിൽഡ് ക്വാളിറ്റി കൊണ്ടുണ്ട്, നല്ലൊരു മെറ്റലാണ്, നല്ലൊരു പ്രീമിയം മെറ്റലാണ്. പിന്നെ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബട്ടൺ ഉണ്ട്, ഒന്ന് പ്ലസും മൈനസും, പിന്നെ നടുക്ക് പവർ ബട്ടൺ. പിന്നെ ഇതിൻ്റെ പവർ ബട്ടണിൻ്റെ അടുത്ത് തന്നെയാണ്, ഇതിൻ്റെ സ്വിച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ചാർജിങ് പോർട്ട്. പിന്നെ ഇതിവിടെ തന്നെയാണ് മൈക്ക് വന്നത്, ഇതിൻ്റെ മൈക്ക് ഇവിടെ തന്നെ വന്നത്. ഇതിൻ്റെ ഇയർബഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, മാഗ്നറ്റാണ്, നല്ല മെറ്റൽ പീസുള്ള നല്ല ക്വാളിറ്റി മെറ്റലാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കടന്നു കഴിഞ്ഞാലൊന്നും ഇത് ഒടിഞ്ഞൊന്നും പോകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ആക്ച്വലി. ഇതെന്ന് പറഞ്ഞാൽ 7 hours ഓഡിയോ പ്ലേ ബാക്ക് ഉണ്ട് ഇതിന്. പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ഫിറ്റാണ്. നമ്മുടെ ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബൾക്കി സാധനമൊന്നുമല്ല, നമ്മുടെ അത്യാവശ്യം നമ്മുടെ ചെവിയിലൊക്കെ ഇരിക്കും. ഒരു ഇറിറ്റേഷൻ ഇല്ലാണ്ട് നമ്മുടെ ചെവിയിലൊക്കെ അങ്ങ് ഒതുങ്ങിയിരുന്നോളും. മാക്സിമം നമ്മുടെ പുറത്തുള്ള സൗണ്ടൊന്നും കേട്ടില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അതാണ് ഈ പ്രൈസിനൊക്കെ വരുമ്പോൾ ഒരു നോയിസ് ക്യാൻസലേഷനൊക്കെ കൊണ്ടുവരായിരുന്നു. ഇത് നോയിസ് ക്യാൻസലേഷൻ ഇല്ല. പിന്നെ ഇത് വേറെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് പുറത്തുള്ള ഒരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടൈറ്റായിട്ട് നമ്മുടെ ചെവിയിലിരുന്നോളും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 5 ആട്ടോ ഇതിൻ്റെ വേർഷൻ. ഇതിനിപ്പോൾ 2 മോഡുണ്ട് ഈ ഹെഡ്സെറ്റിന്. ഈ പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡ് മാറും. ആക്ച്വലി 2 മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ബാസും നോർമൽ ബാസുമാണ്. ഈ ഡീപ് ബാസിനെ കുറിച്ച് കുറച്ച് ക്രേസ് ആയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഡീപ് ബാസും. നോർമൽ ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഈ പഴയ പാട്ടുകളും ഓൾഡീസ് ഗോൾഡ് അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇത് 2 കാറ്റഗറിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്സെറ്റാണ്. രണ്ടും കൂടെ ഓൾമോസ്റ്റ് ഇത് രണ്ടും കൂടെ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റ് ഈ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ കേൾക്കാം. ഡീപ്പ് ബാസ് മോഡ്, നോർമൽ ബാസ് മോഡ് എന്ന് പറഞ്ഞ് കേൾക്കാം. ബോട്ട് റോക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡിലേ ആട്ടോ കണക്ട് ചെയ്യാൻ. നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ പിടിക്കും ഇത് കണക്റ്റ് ആവാൻ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 2-3 seconds കൊണ്ട് കണക്റ്റ് ആവുള്ളൂ. പക്ഷേ ബോട്ട് റോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ബോട്ട് റോക്കേഴ്സ് കണക്റ്റ് ആവും. പിന്നെ ഇതിന് സ്റ്റാൻഡ് ബൈ മോഡില്ല. ബോട്ട് റോക്കേഴ്സിന് പക്ഷേ സ്റ്റാൻഡ് ബൈ മോഡുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ചാർജ് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ സമയം നിൽക്കും. പിന്നെ ഇതിൻ്റെ ചാർജ് ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ചേട്ടാ. 100, 90, 80, 70 അങ്ങനെയാട്ടോ ചാർജ് ഇറങ്ങി പോണത്. ഒരു 10% ആയി കഴിയുമ്പോൾ നമുക്ക് 10-ന്ന് പെട്ടെന്ന് നമ്മുടെ ഇത് സ്വിച്ച് ഓഫ് ആയി പോകും കേട്ടോ. എനിക്ക് ഈ ഹെഡ്സെറ്റ് കൊണ്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. ഞാനിപ്പോൾ ഇതും കൊണ്ട് എനിക്ക്
ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ല, ഇതിൻ്റെ ഹെഡ്സെറ്റ് കണക്റ്റ് ആവുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഫോണിൽ നിന്ന് സ്പീക്കർ മോഡാക്കിയിട്ട് പിന്നെയും ബ്ലൂടൂത്ത് ആക്കി കഴിഞ്ഞാൽ എനിക്കിത് ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ഞാനപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻറ്ററിലൊക്കെ വിളിച്ചു, അവർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ വീട് എറണാകുളത്ത് ആയതുകൊണ്ട് എറണാകുളത്ത് നമ്മുടെ MG റോഡിലുണ്ട് ഇതിൻ്റെ JBL സർവീസ് സെൻറ്റർ. ഇത് കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻ്റ് ആട്ടോ. എന്ത് കംപ്ലയിൻറ്റ് വന്നാലും കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻ്റ് ആണ്, വാറൻറ്റി ഗ്യാരൻറ്റി അല്ല. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ബോക്സായിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലോട്ട് അയച്ചു തരും. ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ പോവാണ്. ആക്ച്വലി എനിക്കിത് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എറണാകുളത്താണെന്ന്. എറണാകുളത്ത് ഇവർ കളക്ട് ചെയ്ത് വെക്കും. കഴിഞ്ഞ് 7 to 14 ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിലോട്ട് ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്നാണ് പറയണത് കേട്ടോ. പുതിയൊരു പ്രൊഡക്റ്റ് അവർ അയച്ചു തരും. യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഡീപ്പ് ബാസ് മോഡ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യനായിട്ട് എനിക്ക് ഡീപ്പ് ബാസ് മോഡ് ആണ് താല്പര്യം. എനിക്ക് ബാസുള്ള പാട്ടുകളാണ് താല്പര്യം. അതുകൊണ്ട് ഡീപ്പ് ബാസ് മോഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നോർമൽ മോഡിനെക്കാട്ടും ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂലൊന്നും പറയുന്നില്ല ഇവർ തന്നെ, പക്ഷേ എനിക്ക് പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോയണോ പോലെ എനിക്കൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 year മാനുഫാക്ചറിങ് വാറൻറ്റി കേട്ടോ. മാനുഫാക്ചറിങ് ഡിഫൻസ് ഉള്ളി. മാനുഫാക്ചറിങ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലൂടൂത്ത് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കേൾക്കാതെയോ ഒരു ഹെഡ്സെറ്റ് പോവുകയോ അങ്ങനെ, അല്ലാണ്ട് ഈ റഷ് ആൻഡ് ഇങ്ങനെയെങ്കിലും ഒടിഞ്ഞു കഴിഞ്ഞാലൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞാലൊന്നും വാറൻറ്റി കിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ടോൾ ഫ്രീ നമ്പറിൽ അവർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഇതിൻ്റെ ഒരു ID അയച്ചു തരും. ആ ID അയച്ചു കഴിയുമ്പോൾ ഒരു ലൊക്കേഷൻ പറഞ്ഞു തരും, ഇതെവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും. ഓക്കെ, ഇപ്പം ഞാൻ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് റോക്കേഴ്സ് ആട്ടോ. നമ്മളിപ്പോൾ JBL ഇൻഫിനിറ്റി അർമാൻ N120 നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുക്കുന്നത് ബോട്ട് റോക്കേഴ്സ് ആട്ടോ. ബോട്ട് റോക്കേഴ്സ് 255F. ഇതിന് ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2990 ആട്ടോ, 3000. എനിക്ക് കിട്ടിയേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 ആണ്. അതുകൊണ്ട് വേർത്തി ആണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 3 സ്വിച്ച് ആട്ടോ. 3 സ്വിച്ച് ഉണ്ട്, പ്ലസ് മൈനസ് പവർ ബട്ടൺ. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ഈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഇരിക്കുന്നത് പോസ് ആവുന്നില്ല. ഇത്തിരി ചുമ്മാ നമ്മുടെ ചെയ്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഓടി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മാഗ്നറ്റ്. ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാട്ടോ. ഇൻഫിനിറ്റി ഗ്ലൈഡ് N120 കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതാണ്. എങ്ങനെയായാലും ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോക്കറ്റിൽ കയറ്റി വെക്കാം. പവർ ബട്ടൺ ചാർജ് ചെയ്യുന്ന പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതും D ടൈപ്പ് ചാർജറാട്ടോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബോക്സിൻ്റെ ഒപ്പം വരുന്നത് ഒരു കേബിൾ, USB കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അഡാപ്റ്റർ ഇല്ല. അഡാപ്റ്റർ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഫോണിൻ്റെ എവിടെയെങ്കിലും കുത്തേണ്ടി വരും. ഇൻഫിനിറ്റി അർമാൻ പോലെ നോർമൽ മോഡോ ബാസ് മോഡോ ഒന്നുമില്ല. ഒരു മോഡുള്ളൂ, ഒറ്റൊരു മോഡുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അർമാനിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി 6 hours പ്ലേ ബാക്കപ്പ് ഉള്ളൂ. അർമാനാണെങ്കിൽ 7 hours കമ്പനി പറയുന്നുണ്ട്, 7 hours ഉണ്ടെന്ന്. പിന്നെ ഇത് 2.5 hours പിടിക്കും. ഇത് ചാർജ് കയറാൻ വേണ്ടി ഫുൾ ചാർജ് ആവാൻ 2.5 hours പിടിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റാൻഡ് ബൈ മോഡ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ നേരം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് ഇത് കൂടുതൽ നേരം നിൽക്കും. നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത പാട്ട് കേൾക്കുമ്പോൾ ആ ഗ്യാപ്പിൽ ഇത് സ്റ്റാൻഡ് ബൈ മോഡാവും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചെവിയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്റ്റാൻഡ് ബൈ മോഡാവുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നേരം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ആക്ച്വലി ഒരു 6 hours പറയുന്നതിലും എനിക്കത് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.1 ആട്ടോ വേർഷൻ. ഇൻഫിനിറ്റി ഗ്ലൈഡിന് 5 ആട്ടോ, ഇതിന് 4.1 ആണ്. 1 year വാറൻറ്റി ഉണ്ട്. ഇൻഫിനിറ്റി ഗ്ലൈഡ് 1 yearഉം ഇതിന് 1 yearഉം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ചെവിയിലിരുന്നോളും. ഒരു കാരണവശാലും ചെവിയിലിരുന്നാലും ഊരിപ്പോകുന്നില്ല. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോൾ ഫ്രീ നമ്പറിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് എനിക്കിതിൻ്റെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഞാൻ വേറെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് സാറ്റിസ്ഫൈഡ് ആണെട്ടോ ഞാനിത് കഴുത്തിലിട്ടേക്കണം. അപ്പോൾ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കുറച്ചെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടാകും. ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്തിട്ട് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് റോക്കർ കേട്ടോ. വേർത്തിയാണ്. ഈ പ്രൈസിന് 999 വേർത്തിയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്ത പ്രൊഡക്റ്റിന് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.